സുപ്രഭാതം പത്രം കത്തിച്ചതിന് ന്യായീകരണവുമായി ചന്ദ്രിക ദിനപത്രം. നടന്നത് സ്വാഭാവികമായ വിഷമ പ്രകടനമെന്നാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. സുപ്രഭാതം സമുദായത്തിൽ വിള്ളലുകളും ആഘാതങ്ങളും ഉണ്ടാക്കി. ലീഗിനെ അപരനായി കണ്ട ശത്രുവിനോടെന്ന പോലെയാണ് സുപ്രഭാതം പെരുമാറിയതെന്നും ചന്ദ്രികയിൽ ലേഖനമുണ്ടാവുകയാണ്. ഏതായാലും ചന്ദ്രികയിലെ ലേഖനത്തിന്റെ സമഗ്രവിവരം റമീസ് നൽകും. കോഴിക്കോട് നിന്ന് റമീസ്. ചേർന്ന് നിൽപ്പിനെ അപകടപ്പെടുത്തരുതെന്ന തലക്കെട്ടോടുകൂടിയാണ് ചന്ദ്രിക ദിനപത്രത്തിൽ സുപ്രഭാതം പത്രം കത്തിച്ച നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് ഇന്ന് ലേഖനം വന്നത്. സുപ്രഭാതം പത്രം ലീഗിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നതായും കമ്മ്യൂണിസ്റ്റ് പ്രചരണത്തിന്റെ ഭാഗമാകുന്നു എന്നതിൻ്റെയും അമർഷമാണ് സുപ്രഭാതം പത്രം കത്തിക്കാൻ പിന്നിലെന്ന് ചന്ദ്രികയിൽ വന്ന ലേഖനം പറയുന്നു. പത്രം കത്തിച്ച നടപടിയെ ന്യായീകരിക്കുന്നതോടൊപ്പം പത്രത്തിലെ വാർത്തകളെയും ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. സുപ്രഭാതം പത്രം കത്തിച്ചത് രാഷ്ട്രീയവൽക്കരിക്കാനും അത് ലീഗിനെതിരെയുള്ള രോഷാഗ്നി വർദ്ധിപ്പിക്കാനും പത്രം ശ്രമിച്ചു എന്ന് ലേഖനത്തിൽ പറയുന്നു. ആർക്കൊക്കെയോ വേണ്ടി നൃത്തം ചെയ്യുന്ന സുപ്രഭാതം പത്രത്തിലെ രാഷ്ട്രീയ വാർത്തകൾ ലീഗിനെ അപരനായി കണ്ട് ശത്രുവായി മാറ്റി നിർത്തണമെന്ന ലക്ഷ്യമാണ് ഉന്നവെക്കുന്നതെന്നും ലേഖനം വിമർശിക്കുന്നു. ലീഗ് വിരുദ്ധത പരമാവധി ആളിക്കത്തിച്ച് കമ്മ്യൂണിസ്റ്റ് അനുകൂല വോട്ടാക്കി മാറ്റിയതിനു ശേഷം ലീഗും സമസ്തയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് ഡയലോഗ് അടിക്കുന്നവരുടെ കാപട്യം തിരിച്ചറിയണമെന്നും ഡോക്ടർ മോയിൻ മലയമ്മ എഴുതിയ ലേഖനത്തിൽ പറയുന്നു.